എസ് സി എക്സാമിനകത്തൊക്കെ പോകുമ്പോൾ നമുക്കിനി അടുത്ത് വളരെ വ്യക്തമായി പഠിക്കേണ്ട മറ്റൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ടോപ്പിക്കാണ് എമർജൻസി അല്ലെങ്കിൽ അടിയന്തരാവസ്ഥ എന്ന ചോദ്യം. പി എസ് സി ഇതിനകത്ത് തന്നെ പല ചോദ്യങ്ങൾ പല രീതിയിൽ പി എസ് സി ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. എമർജൻസി അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ, അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട പാർട്ട്, ആശയം അവിടെ നിന്ന് കടമെടുത്തു എന്നൊക്കെ പറഞ്ഞാൽ പല ചോദ്യങ്ങൾ പി എസ് സി എന്ത് ചെയ്യാറുണ്ട്. മിക്കപ്പോഴും ചോദ്യങ്ങൾക്കകത്ത് അടിയന്തരാവസ്ഥ അല്ലെങ്കിൽ എമർജൻസി എന്ന ചോദ്യങ്ങൾ വരാറുണ്ട്. നമ്മൾ ആദ്യം വളരെ വ്യക്തമായി പഠിക്കേണ്ട കാര്യം, അടിയന്തരാവസ്ഥ അല്ലെങ്കിൽ എമർജൻസി ഭരണഘടനയിൽ ഏത് പാർട്ടിനകത്ത് പ്രതിപാദിക്കുന്നു, ഏത് ഭാഗത്തിൽ പ്രതിപാദിക്കുന്നു, ഏത് പാർട്ട് അല്ലെങ്കിൽ ഏത് ഭാഗത്തിൽ പ്രതിപാദിക്കും ചോദിച്ചാൽ പാർട്ട് 18 പ്രതിപാദിക്കുന്നു. പാർട്ട് 18 പ്രതിപാദിക്കുന്നു. അപ്പോൾ പാർട്ട് 18 എമർജൻസി അല്ലെങ്കിൽ അടിയന്തരാവസ്ഥയെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ഈ അടിയന്തരാവസ്ഥയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ അല്ലെങ്കിൽ പാർട്ട് 18 വരുന്ന ആർട്ടിക്കിൾ 352 മുതൽ 360 വരെ. അപ്പോൾ ഈ പാർട്ട് 18 ആർട്ടിക്കിൾ 352 360 ഇടയ്ക്കുള്ള ആർട്ടിക്കിൾ മാത്രമേ ഏത് പാർട്ടിനകത്തുള്ളൂ, പാർട്ട് 18 എമർജൻസി അല്ലെങ്കിൽ അടിയന്തരാവസ്ഥ എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് വളരെ വ്യക്തമായി നമുക്കറിയാം. ജർമ്മൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ജർമ്മനിയിൽ നിന്നാണ് ഈ ആശയം നമ്മൾ കടമെടുക്കുന്നു. എന്നാൽ ചിലപ്പോൾ പി എസ് സി ചോദിക്കും ഏത് ആക്റ്റിൽ നിന്ന് കടമെടുത്തു എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935. നമ്മൾ ഈ ആശയം യഥാർത്ഥത്തിൽ കടമെടുത്തത് ജർമ്മനിയിൽ നിന്നാണെങ്കിൽ പോലും ഇത് ഏത് ആക്റ്റുമായി ബന്ധപ്പെട്ടിരുന്നു അല്ലെങ്കിൽ ഏത് ആക്റ്റിൽ നിന്ന് കടമെടുത്തു എന്ന് ചോദിച്ചാൽ അവിടെ പി എസ് സിയുടെ ആൻസർ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935. ഒരു എമർജൻസി അല്ലെങ്കിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള അധികാരം ആർക്കും ചോദിച്ചാൽ അത് ഇന്ത്യൻ പ്രസിഡന്റ് അല്ലെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രപതിക്കായിരിക്കും. അപ്പോൾ നമ്മുടെ രാജ്യത്ത് ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള അധികാരം ആർക്കാണെന്ന് ചോദിച്ചാൽ അത് രാഷ്ട്രപതിക്കായിരിക്കും. അങ്ങനെ രാഷ്ട്രപതിക്ക് ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ പൂർണ്ണമായും അധികാരമുണ്ട് എന്ന് അല്ലെങ്കിൽ എന്ന് അധികാരം നൽകിയ ഭരണഘടനാ ഭേദഗതി എത്രയും ചോദിച്ചാൽ 1976 42-ാം ഭേദഗതി. പി എസ് സി സംബന്ധിച്ചിടത്തോളം ഈ 42-ാം ഭേദഗതി വളരെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ ആമുഖം അമെൻഡ്മെൻറ്റ് ചെയ്യുന്നു, ഇതെപ്പോൾ പഠിച്ചു. അതുകൊണ്ട് തന്നെ നമ്മൾ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ചെറു ഭരണഘടന എന്നൊക്കെ നമ്മൾ ഈ 42-ാം ഭേദഗതി വിളിക്കാനും കാരണം. അപ്പോൾ രാഷ്ട്രപതിക്ക് എമർജൻസി പ്രഖ്യാപിക്കാൻ പൂർണ്ണമായും അധികാരം നൽകുന്ന അമെൻഡ്മെൻറ്റ് എത്രയും ചോദിച്ചാൽ 1976 42th അമെൻഡ്മെൻ്റ് ആണ് ഇങ്ങനെ അധികാരം നൽകുന്ന അമെൻഡ്മെൻറ്റ് എന്നറിയപ്പെടുന്നു. ഇന്ത്യയിൽ 3 രീതിയിലുള്ള എമർജൻസിയുള്ള ഇന്ത്യയിൽ ആകെ മൊത്തം 3 തരത്തിലുള്ള എമർജൻസി അല്ലെങ്കിൽ 3 അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാം. ഒന്ന് നാഷണൽ എമർജൻസി അല്ലെങ്കിൽ ദേശീയ അടിയന്തരാവസ്ഥ. ഒന്നാമത്തേണ് നാഷണൽ എമർജൻസി അല്ലെങ്കിൽ ദേശീയ അടിയന്തരാവസ്ഥ. 2 സ്റ്റേറ്റ് എമർജൻസി അല്ലെങ്കിൽ സംസ്ഥാന അടിയന്തരാവസ്ഥ. രണ്ടാമത്തത് സ്റ്റേറ്റ് എമർജൻസി അല്ലെങ്കിൽ സംസ്ഥാന അടിയന്തരാവസ്ഥ. മൂന്നാമത് ഫിനാൻഷ്യൽ എമർജൻസി അല്ലെങ്കിൽ സാമ്പത്തിക അടിയന്തരാവസ്ഥ. ഫിനാൻഷ്യൽ എമർജൻസി അല്ലെങ്കിൽ സാമ്പത്തിക അടിയന്തരാവസ്ഥ. നാഷണൽ എമർജൻസി, സ്റ്റേറ്റ് എമർജൻസി, ഫിനാൻഷ്യൽ എമർജൻസി. ഇനി നമ്മൾ അതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളും കൂടെ പി എസ് സി ചോദിക്കാറുണ്ട്. നാഷണൽ എമർജൻസി രാഷ്ട്രപതി പ്രഖ്യാപിക്കുന്നു, അത് ഏത് ഭരണഘടന ആർട്ടിക്കിൾ പ്രകാരവും ചോദിച്ചാൽ ആർട്ടിക്കിൾ 352 പ്രകാരം. ആർട്ടിക്കിൾ 352 നമ്മൾ നേരത്തെ പറഞ്ഞു 352 മുതൽ 360 വരെയാണ് പാർട്ട് 18 പറയുന്നു. അതിൽ 352 നാഷണൽ എമർജൻസി അല്ലെങ്കിൽ ദേശീയ അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 356 സംസ്ഥാന അടിയന്തരാവസ്ഥയുമായി. 4 വ്യത്യാസം വെച്ചാൽ വരുന്നത്. 352 ദേശീയ അടിയന്തരാവസ്ഥ, അതിൽ 4 356 സംസ്ഥാന അടിയന്തരാവസ്ഥ, വീണ്ടും 4 360 നമ്മൾ ലാസ്റ്റ് തീരുന്ന 360 സാമ്പത്തിക അടിയന്തരാവസ്ഥയാണ്. 360 സാമ്പത്തിക അടിയന്തരാവസ്ഥയാണ്. അപ്പോൾ 3 അടിയന്തരാവസ്ഥയാണ് ഇന്ത്യയിൽ പ്രഖ്യാപിക്കുന്നു. ദേശീയ അടിയന്തരാവസ്ഥ, സംസ്ഥാന അടിയന്തരാവസ്ഥ, സാമ്പത്തിക അടിയന്തരാവസ്ഥ. ദേശീയ അടിയന്തരാവസ്ഥ ആർട്ടിക്കിൾ 352 വളരെ വ്യക്തമായി പഠിക്കുക. 352 ദേശീയ അടിയന്തരാവസ്ഥ. സംസ്ഥാന അടിയന്തരാവസ്ഥ 356 സംസ്ഥാന അടിയന്തരാവസ്ഥ, 360 സാമ്പത്തിക അടിയന്തരാവസ്ഥ. ഈ 3 അടിയന്തരാവസ്ഥ രാഷ്ട്രപതിക്ക് പ്രഖ്യാപിക്കാൻ അധികാരമുണ്ട്. അങ്ങനെ നൽകിയ അമെൻഡ്മെന്റ് നമ്മൾ പഠിച്ചു 1976 42-ാം ഭേദഗതി പ്രകാരമാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു 3 അടിയന്തരാവസ്ഥയുള്ള ദേശീയ അടിയന്തരാവസ്ഥ, സംസ്ഥാന അടിയന്തരാവസ്ഥ, ഫിനാൻഷ്യൽ അടിയന്തരാവസ്ഥ. അതിൽ ആദ്യത്തെയാണ് നാഷണൽ എമർജൻസി അല്ലെങ്കിൽ ദേശീയ അടിയന്തരാവസ്ഥ. നമ്മൾ നേരത്തെ പ്രതിപാദിച്ചു ആർട്ടിക്കിൾ 352 പ്രകാരം രാഷ്ട്രപതി തന്നെയാണ് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നു. അങ്ങനെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള ഇന്ത്യയുടെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ 3 കാരണങ്ങൾ അവിടെ വരാം. ഒന്ന് യുദ്ധമായിരിക്കാം, ഏതെങ്കിലും രാജ്യങ്ങൾ തമ്മിൽ എന്തുകൊണ്ടായിരിക്കാം, യുദ്ധമായിരിക്കാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പുറത്തുള്ള രാജ്യം വിദേശ ആക്രമണം അല്ലെങ്കിൽ വിദേശ ആക്രമണമായിരിക്കാം. അല്ലെങ്കിൽ 3 സായുധ വിപ്ലവമായിരിക്കാം. അപ്പോൾ 3 കാരണം
കാരണത്താൽ ഇന്ത്യയിൽ നാഷണൽ എമർജൻസി പ്രഖ്യാപിക്കാം? യുദ്ധമോ വിദേശാക്രമണമോ സായുധ വിപ്ലവമോ പ്രകാരം ഇന്ത്യയിൽ എന്ത് പ്രഖ്യാപിക്കാം? ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ അധികാരം നേരത്തെ പറഞ്ഞു രാഷ്ട്രപതിക്ക് തന്നെയാണ്. അങ്ങനെ രാഷ്ട്രപതി ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ എത്ര മാസത്തിനുള്ളിൽ പാർലമെൻറ്റ് അത് പാസ്സാക്കണം അല്ലെങ്കിൽ പാർലമെൻറ്റ് അംഗീകരിക്കണം എന്ന് ചോദിച്ചാൽ 1 മാസത്തിനുള്ളിൽ അംഗീകരിക്കണം. അങ്ങനെ രാഷ്ട്രപതി ഒരു എമർജൻസി പ്രഖ്യാപിച്ചാൽ എത്ര മാസത്തിനുള്ളിൽ അത് അംഗീകരിക്കണമെന്ന് ചോദിച്ചാൽ 1 മാസത്തിനുള്ളിൽ പാർലമെൻറ്റ് ആ ബില്ല് അംഗീകരിക്കണം. നേരത്തെ അത് 2 മാസം എന്നായിരുന്നു. നമ്മുടെ പഴയ PSC ചോദ്യങ്ങളൊക്കെ എടുത്ത് നോക്കുമ്പോൾ അവിടുത്തെ ആൻസർ 2 മന്ത് 2 മാസം എന്നൊക്കെ ചിലപ്പോൾ തന്നിട്ടുണ്ടായിരിക്കും. പക്ഷേ അത് 1978 44ാമത്തെ ഭേദഗതി പ്രകാരം പണ്ട് അത് 2 മാസമായിരുന്നു. ആ 2 മാസം എന്നുള്ളത് 1 മാസമാക്കി മാറ്റിയ ഭേദഗതി ചോദിച്ചാൽ 1978 44ാം ഭേദഗതി പ്രകാരമാണ്. 1978 44ാം ഭേദഗതി പ്രകാരം 2 മന്ത് 2 മാസം എന്നുള്ളത് 1 മാസമാക്കി മാറ്റുന്നു. അങ്ങനെ പാർലമെന്റിന് 1 മാസത്തിനുള്ളിൽ രാഷ്ട്രപതി അവതരിപ്പിച്ച ഒരു ബില്ല് പാസ്സാക്കിയാൽ മതി. അങ്ങനെ ഒരു പ്രത്യേക ഭൂരിപക്ഷം, അപ്പോൾ ഇവിടെ വേണ്ട ഭൂരിപക്ഷം ചോദിച്ചാൽ ഒരു സ്പെഷ്യൽ മെജോറിറ്റിയാണ്, പ്രത്യേക ഭൂരിപക്ഷമാണ്. പ്രത്യേക ഭൂരിപക്ഷത്തോടെ പാർലമെന്റ് അംഗീകരിച്ച ഒരു നാഷണൽ എമർജൻസി ദേശീയ അടിയന്തരാവസ്ഥ 6 മാസം വരെ നിലനിൽക്കും. എത്ര മാസം വരെയും ചോദിച്ചാൽ 6 മാസം വരെ നിലനിൽക്കും. 6 മാസം കഴിയുമ്പോൾ വീണ്ടും പാർലമെന്റിന് എന്ത് ചെയ്യാം? ഇത് വീണ്ടും എന്ത് ചെയ്യാം? വീണ്ടും 6 മാസത്തേക്ക് എന്ത് ചെയ്യാം? വീണ്ടും ബില്ല് അവതരിപ്പിച്ച് എന്ത് ചെയ്യാം? പുതുക്കുക. അപ്പോൾ എത്ര മാസം വരെ നിലനിൽക്കും ചോദിച്ചാൽ 6 മാസം വരെ നിലനിൽക്കും. ഒരു പ്രത്യേക ഒരു പരിധിയിൽ എത്ര വർഷം വരെയും ചോദിച്ചാൽ നാഷണൽ എമർജൻസിക്ക് എന്തില്ല, ഒരു മാക്സിമം പീരീഡ് ഇല്ല. നമ്മൾ ബാക്കി പറയുന്ന സ്റ്റേറ്റ് എമർജൻസി ആയാലും ഫിനാൻഷ്യൽ എമർജൻസി ആയാലും അവിടെ ഒരു 3 വർഷം, നമ്മൾ പറയും 3 വർഷമാണെങ്കിലും നാഷണൽ എമർജൻസിക്ക് അവിടെ പ്രത്യേകിച്ചൊരു കാലാവധിയില്ല. 6 മാസം കഴിയും തോറും പാർലമെന്റ് എന്ത് ചെയ്യാം? നീട്ടി കൊണ്ടുപോകുന്നത് മാത്രമേ ഉള്ളൂ. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 1 മാസം രാഷ്ട്രപതി ഒപ്പുവെച്ച ഒരു ബില്ല് 1 മാസത്തിനുള്ളിൽ പാർലമെന്റ് പാസ്സാക്കണം. 2 മാസം എന്നുള്ളത് 1 മാസമാക്കി മാറ്റിയ അമെൻഡ്മെന്റ് ചോദിച്ചാൽ 1978 44ാം അമെൻഡ്മെന്റ് പ്രകാരമാണ്. ഇനി അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കേസുകൾ അതിനകത്ത് നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റും. ആദ്യം നമ്മൾ പറഞ്ഞു 3ാമത്തെ കാര്യം സായുധ വിപ്ലവമാണെന്ന് പറഞ്ഞു. അത് ആദ്യം അതിൻ്റെ വാക്ക് സായുധ വിപ്ലവം എന്നായിരുന്നില്ല, ആദ്യത്തെ വാക്ക് ആഭ്യന്തര കലാപം എന്നായിരുന്നു. അപ്പോൾ ആദ്യത്തെ വാക്ക് ചോദിച്ചാൽ ആഭ്യന്തര കലാപം എന്നായിരുന്നു. ആഭ്യന്തര കലാപം എന്ന വാക്ക് ചേഞ്ച് ചെയ്ത് മാറ്റം വരുത്തിയിട്ട് സായുധ വിപ്ലവം എന്ന ഒരു വാക്ക് കൊണ്ടുവന്നു. സായുധ വിപ്ലവം എന്നൊരു വാക്ക് കൊണ്ടുവന്നു. അത് അങ്ങനെയാക്കി മാറ്റി അമെൻഡ്മെന്റ് ചോദിച്ചാലും നമ്മൾ നേരത്തെ പറഞ്ഞ 1978 44th അമെൻഡ്മെന്റ് തന്നെയാണ് 44ാമത്തെ അമെൻഡ്മെന്റ്. അപ്പോൾ 44ാമത്തെ അമെൻഡ്മെന്റിൽ എമർജൻസിയിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യമാണെങ്കിൽ പാർലമെന്റിന് 2 മാസം എന്നുള്ളത് 1 മാസമാക്കി മാറ്റിയ അമെൻഡ്മെന്റ് 1978 44ാം അമെൻഡ്മെന്റ്. 2 ആഭ്യന്തര കലാപം എന്നൊരു വാക്ക് മാറ്റിയിട്ട് അവിടെ സായുധ കലാപം എന്ന വാക്ക് കൊണ്ടുവന്ന അമെൻഡ്മെന്റ് ചോദിച്ചാലും സെയിം അമെൻഡ്മെന്റ് 1978 44ാമത്തെ അമെൻഡ്മെന്റ് പ്രകാരമാണ്. ആഭ്യന്തര കലാപം എന്ന വാക്ക് മാറ്റിയിട്ട് സായുധ വിപ്ലവം എന്ന വാക്ക് കൊണ്ടുവരുന്നു. ഇന്ത്യയിൽ 3 തവണ മാത്രമേ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുള്ളൂ. ഒന്ന് 1962, 1971, 1975. വർഷങ്ങൾ മറക്കരുത്. 1962, 1971, 1975 ഈ 3 വർഷങ്ങളിൽ മാത്രമേ ഇന്ത്യയിൽ എന്ത് പ്രഖ്യാപിച്ചിട്ടുള്ളൂ? ഒരു ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുള്ളൂ. അപ്പോൾ 1962 ഒന്നാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് 1962. ഡേറ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. ഒക്ടോബർ മാസം 26-ാം തീയതിയാണ്. അപ്പോൾ 1962 ഒക്ടോബർ മാസം 26-ാം തീയതി ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നു. ആ ദേശീയ അടിയന്തരാവസ്ഥ ആര് പ്രഖ്യാപിച്ചു എന്ന് ചോദിച്ചാൽ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ പ്രഖ്യാപിക്കുന്നു. ആര് പ്രഖ്യാപിച്ചു എന്ന് ചോദിച്ചാൽ അന്നത്തെ രാഷ്ട്രപതിയായ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ പ്രഖ്യാപിക്കുന്നു. അന്നത്തെ പ്രൈം മിനിസ്റ്റർ ആരും ചോദിച്ചാൽ ജവഹർലാൽ നെഹ്റു. അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരും ചോദിച്ചാൽ ജവഹർലാൽ നെഹ്റു. കാരണം സ്വാഭാവികം 62 ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആണ്, നമുക്കറിയാം. ആ സമയത്തെ പ്രതിരോധ മന്ത്രി ആരും ചോദിച്ചാൽ VK കൃഷ്ണമേനോൻ. പഠിക്കുക, ആ സമയത്തെ പ്രതിരോധ വകുപ്പ് മന്ത്രി ചോദിച്ചാൽ VK കൃഷ്ണമേനോൻ. എന്ത് കാരണത്താൽ ഇന്ത്യയിൽ ആദ്യത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു എന്ന് ചോദിച്ചാൽ ഇന്ത്യ ചൈന വാർ അല്ലെങ്കിൽ ചൈനയുടെ ആക്രമണം. നമ്മൾ പഠിച്ചിട്ടുണ്ട് ദലൈലാമയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ വരുമ്പോൾ
ചൈന ഇന്ത്യ ആക്രമിച്ചു. അങ്ങനെ ഇന്ത്യ ചൈനയെ ആക്രമിച്ച സമയത്താണ് ഇന്ത്യയിൽ ആദ്യത്തെ ദേശീയ അടിയന്തരാവസ്ഥ അന്നത്തെ ഇന്ത്യൻ രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ എസ് രാധാകൃഷ്ണൻ പ്രഖ്യാപിക്കുന്നു. വർഷം 1962. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായി ഒരു ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച വർഷമാണ് 1962. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഇന്ത്യൻ പ്രസിഡന്റ്, ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ പ്രധാനമന്ത്രി, വി കെ കൃഷ്ണമേനോൻ ഇന്ത്യൻ പ്രതിരോധ വകുപ്പ് മന്ത്രി. കാരണം ഇന്ത്യ ചൈന വാറാണ്. ഈ ദേശീയ അടിയന്തരാവസ്ഥ പിൻവലിച്ചത്, ഈ നടത്തിക്കൊടുക്കുന്ന ദേശീയ അടിയന്തരാവസ്ഥയെ റദ്ദ് ചെയ്ത് പിൻവലിച്ചത് ആരും ചോദിച്ചാൽ അന്നത്തെ ഇന്ത്യൻ പ്രസിഡന്റായിരുന്ന സക്കീർ ഹുസൈനാണ്. സക്കീർ ഹുസൈൻ പിൻവലിച്ചത് 1968 ജാനുവരി മാസം 10-ാം തീയതി. അവിടെ ഡേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ വർഷം പഠിക്കുക. 62 പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥ 68 ആര് പിൻവലിക്കുന്നു? സക്കീർ ഹുസൈൻ എന്ത് ചെയ്യുന്നു? പിൻവലിക്കുന്നു. ഇതാണ് ഒന്നാമത്തെ ദേശീയ അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അടുത്തതാണെങ്കിൽ രണ്ടാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ വർഷം 1971 ഡിസംബർ മാസം 3-ാം തീയതി. വർഷം പഠിക്കുക. 1971 ഡിസംബർ മാസം 3-ാം തീയതി രണ്ടാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഇന്ത്യൻ രാഷ്ട്രപതി വി വി ഗിരി. അപ്പോൾ രണ്ടാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഇന്ത്യൻ രാഷ്ട്രപതിയാണ് വി വി ഗിരി. വി വി ഗിരി ആ സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി. സ്വാഭാവികം വർഷം കിട്ടിയാൽ 1971 ഇന്ദിരാഗാന്ധി ഇന്ത്യൻ പ്രധാനമന്ത്രി, പ്രതിരോധ മന്ത്രി ജഗ്ജീവൻ റാം പ്രതിരോധ മന്ത്രി. കാരണം ചോദിച്ചാൽ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധ സമയത്താണ് രണ്ടാമത്തെ. നമ്മൾ നേരത്തെ പറഞ്ഞു യുദ്ധമൊക്കെ വരുമ്പോൾ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധ കാരണത്താലാണ് രണ്ടാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നു. അങ്ങനെ ഇന്ത്യയിൽ 2 ദേശീയ അടിയന്തരാവസ്ഥ 1962, 1971. ഇനി ഈ 1971 ദേശീയ അടിയന്തരാവസ്ഥ പിൻവലിക്കുന്നതിന് മുൻപായി തന്നെ വീണ്ടും 3-ാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നു. 1975 3-ാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ രണ്ടാമത്തെ ദേശീയ അടിയന്തരാവസ്ഥയെ പിൻവലിക്കുന്നതിന് മുൻപേ തന്നെ എന്ത് പ്രഖ്യാപിക്കുന്നു? 3-ാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നു. ഇവിടെ ഒരു കാര്യം നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. ക്യാബിനറ്റ് എന്ന പദം ഏത് ആർട്ടിക്കിളിൽ പ്രതിപാദിക്കും ചോദിച്ചാൽ നമ്മൾ ഈ പറയുന്ന ആർട്ടിക്കിൾ 352 പ്രതിപാദിക്കുന്നു. ക്യാബിനറ്റ് എന്ന പദം ഏത് ആർട്ടിക്കിളിനകത്ത് പ്രതിപാദിക്കും ചോദിച്ചാൽ ആർട്ടിക്കിൾ 352 പ്രതിപാദിക്കുന്നു. അതായത് ക്യാബിനറ്റിന് നിർദ്ദേശപ്രകാരം രാഷ്ട്രപതിക്ക് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാം എന്നത് പറയുന്നു. അതിൽ വരുമ്പോഴാണ് ക്യാബിനറ്റ് എന്നൊരു ടേം അവിടെ പറയുന്നു. അപ്പോൾ ക്യാബിനറ്റ് എന്ന പദം ഏത് ആർട്ടിക്കിളിനകത്താണ് പ്രതിപാദിക്കുന്നത് ചോദിച്ചാൽ മറക്കരുത്, അതും ആൻസർ 352. ചിലപ്പോൾ നമ്മൾ ഓപ്ഷനകത്ത് 352 വരുമ്പോൾ നമ്മൾ വിചാരിക്കും അടിയന്തരാവസ്ഥയാണല്ലോ, അപ്പോൾ ക്യാബിനറ്റ് എന്ന പദം അവിടെ എങ്ങനെ വരും എന്നൊക്കെ നമ്മുടെ മനസ്സിനകത്തൊരു ചിന്ത വരാം. ക്യാബിനറ്റ് എന്ന പദം എന്ന ടേം ഏത് ആർട്ടിക്കിളിനകത്ത് പ്രതിപാദിക്കും ചോദിച്ചാൽ അതും 352 പ്രതിപാദിക്കുന്നു. അടുത്ത 3-ാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ, ഏറ്റവും അവസാനത്തെ ദേശീയ അടിയന്തരാവസ്ഥ. ഞാൻ നേരത്തെ പറഞ്ഞു 1971 രണ്ടാമത്തെ അടിയന്തരാവസ്ഥ നിലനിൽക്കെ തന്നെയാണ് വീണ്ടും 3-ാമതൊരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നു. വർഷം 1975 ജൂൺ 25. ഇതിൻ്റെ ഡേറ്റ് വളരെ വ്യക്തമായി പഠിച്ചാലേ പറ്റുള്ളൂ. 1975 ജൂൺ 25. 1975 ജൂൺ. അപ്പോൾ 1962, 1971, 1975 ഡേറ്റ് ചോദിച്ചാൽ ജൂൺ മാസം 25-ാം തീയതി. ഈ 3-ാമത്തെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഇന്ത്യൻ രാഷ്ട്രപതി ആരും ചോദിച്ചാൽ ഫക്രുദ്ദീൻ അലി അഹമ്മദ്. അപ്പോൾ ഈ 3-ാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഇന്ത്യൻ രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദ്. പ്രധാനമന്ത്രിക്ക് മാറ്റമില്ല, ഇന്ദിരാഗാന്ധിയാണ് പ്രധാനമന്ത്രി. പ്രത്യേകത ചോദിച്ചാൽ ആഭ്യന്തര കലാപം. നമുക്കറിയാം 1975 വരുമ്പോൾ നമ്മുടെ മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിലൊക്കെ വളരെ വലിയ പ്രക്ഷോഭം ദേശീയ തലത്തിൽ നടക്കുന്നു. അപ്പോൾ അതിനെയൊക്കെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ 1975 3-ാമത്തെ ഒരു ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നു. പ്രത്യേകത ആഭ്യന്തര കലാപം. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം. പ്രത്യേക 3 തരം യുദ്ധമായാലും വിദേശാക്രമണമായാലും ആഭ്യന്തര കലാപമായാലും ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാം. അപ്പോൾ ആഭ്യന്തര കലാപ കാരണത്താലാണ് 3-ാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നു. അപ്പോൾ PSC ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, നമുക്ക് ഡൗട്ട് വരുന്ന കാര്യമാണ്, ഇന്ത്യയിലെ ആദ്യത്തെ ആഭ്യന്തര അടിയന്തരാവസ്ഥ ചോദിച്ചാൽ 1975 ആണ്. ചിലപ്പോൾ നമ്മുടെ അവിടുത്തെ ഓപ്ഷനകത്ത് ഇന്ത്യയിലെ ആദ്യത്തെ ആഭ്യന്തര അടിയന്തര അവസ്ഥ എന്ന് തരുമ്പോൾ ഓപ്ഷൻ 1962 തരാം, 1971 തരാം, 1975 തരാം. നമ്മൾ ആദ്യം എന്ന് കാണുമ്പോൾ നമ്മൾ 1962 ആലോചിക്കും. ബാക്കി വായിച്ചു നോക്കുക. ആദ്യത്തെ ആഭ്യന്തര അടിയന്തരാവസ്ഥ ചോദിച്ചാൽ 1975
1965 മൂന്നാമത്തെ അടിയന്തരാവസ്ഥയാണ്. മറക്കരുത്, ആദ്യത്തെ ദേശീയ അടിയന്തരാവസ്ഥ ചോദിച്ചാൽ 1962, എന്നാൽ ആദ്യത്തെ ആഭ്യന്തര അടിയന്തരാവസ്ഥ ചോദിച്ചാൽ 1975 ജൂൺ 25. ആ സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്നു ഇന്ദിരാഗാന്ധി. പ്രഖ്യാപിച്ച ഇന്ത്യൻ രാഷ്ട്രപതിയാണ് ഫക്രുദ്ദീൻ അലി അഹമ്മദ്. അപ്പോൾ നേരത്തെ പറഞ്ഞു രണ്ടാമത്തെ അടിയന്തരാവസ്ഥ നിലനിൽക്കെ തന്നെയാണ് മൂന്നാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നു. ഈ രണ്ട് ദേശീയ അടിയന്തരാവസ്ഥ, രണ്ടാമത്തെ ദേശീയ അടിയന്തരാവസ്ഥയും മൂന്നാമത്തെ ദേശീയ അടിയന്തരാവസ്ഥയും പിൻവലിച്ച ഇന്ത്യൻ രാഷ്ട്രപതി ചോദിച്ചാൽ BD ജട്ടി ആയിരുന്നു. ആരും ചോദിച്ചാൽ BD ജട്ടി. കാരണം അദ്ദേഹം ഇന്ത്യയുടെ ആക്ടിംഗ് പ്രസിഡന്റ്, ആ സമയത്ത് ഇന്ത്യയുടെ ആക്ടിംഗ് പ്രസിഡന്റാണ് BD ജട്ടി. ഈ BD ജട്ടിയാണ് 1977 മാർച്ച് 21, അവിടെ ഡേറ്റ് ആലോചിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഈ ഡേറ്റ് മാത്രം വളരെ വ്യക്തമായി പഠിച്ചാൽ മതി. 1977 മൂന്നാമത്തെയും രണ്ടാമത്തെയും ദേശീയ അടിയന്തരാവസ്ഥ പിൻവലിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഏറ്റവും ദൈർഘ്യമേറിയ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കാലം നിലനിൽക്കുന്ന ദേശീയ അടിയന്തരാവസ്ഥ ചോദിച്ചാൽ രണ്ടാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ. കാരണം 1971 ആരംഭിച്ച ദേശീയ അടിയന്തരാവസ്ഥ പിൻവലിച്ചത് 1977. അവിടെ ഏറ്റവും ദൈർഘ്യമേറിയെന്നോ ഏറ്റവും കാലഘട്ടം ഉണ്ടായിരുന്ന ദേശീയ അടിയന്തരാവസ്ഥ ചോദിച്ചാൽ 1971 മുതൽ 1977 വരെയുള്ള രണ്ടാമത്തെ അടിയന്തരാവസ്ഥയാണ്. ഈ മൂന്നാമത്തെ ദേശീയ അടിയന്തരാവസ്ഥയിലെ അതിക്രമങ്ങൾ, കാരണം അന്ന് ഒരുപാട് ഈ അതിക്രമങ്ങളൊക്കെ നടന്നു, ഇതിനെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച ഒരു കമ്മീഷനുണ്ട്. ആ കമ്മീഷനാണ് ഷാ കമ്മീഷൻ. എന്ത് കമ്മീഷൻ ചോദിച്ചാൽ ഷാ കമ്മീഷൻ. ചിലപ്പോൾ PSC ഇങ്ങനെ ചോദിക്കും, താഴെ പറയുന്നവയിൽ ഷാ കമ്മീഷൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മൂന്നാമത്തെ അടിയന്തരാവസ്ഥയുടെ അതിക്രമങ്ങളെക്കുറിച്ച് പഠിക്കാൻ കേന്ദ്ര സർക്കാർ നിയമിച്ച കമ്മീഷനാണ് ഷാ കമ്മീഷൻ. ഏത് കമ്മീഷൻ ചോദിച്ചാൽ ഷാ കമ്മീഷൻ. അപ്പോൾ 1962, 1971, 1975. അവിടെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് 1975 ജൂൺ 25 ദേശീയ അടിയന്തരാവസ്ഥ ഇന്ത്യയിലെ ആദ്യത്തെ ആഭ്യന്തര അടിയന്തരാവസ്ഥ എന്നറിയപ്പെടുന്നു. അതുപോലെ പറയുന്നത് സംസ്ഥാന അടിയന്തരാവസ്ഥ ആർട്ടിക്കിൾ 356 പ്രകാരമാണ് രാഷ്ട്രപതി സംസ്ഥാന അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നു. രാഷ്ട്രപതി ഭരണമെന്നോ കോൺസ്റ്റിറ്റ്യൂഷണൽ എമർജൻസി എന്നോ ഒക്കെ അറിയപ്പെടുന്ന അടിയന്തരാവസ്ഥ സംസ്ഥാന അടിയന്തരാവസ്ഥ. രാഷ്ട്രപതി ഭരണമെന്നോ കോൺസ്റ്റിറ്റ്യൂഷണൽ എമർജൻസി എന്നോ അറിയപ്പെടുന്ന അടിയന്തരാവസ്ഥ ചോദിച്ചാൽ സംസ്ഥാന അടിയന്തരാവസ്ഥയാണ്. ഒരു സംസ്ഥാന അടിയന്തരാവസ്ഥ രാഷ്ട്രപതി പ്രഖ്യാപിച്ചാൽ പാർലമെന്റ് ഇരു സഭകളും എത്ര മാസത്തിനുള്ളിൽ അത് അവതരിപ്പിക്കുക, എത്ര മാസത്തിനുള്ളിൽ അംഗീകരിക്കണമെന്ന് ചോദിച്ചാൽ അവിടെ 2 months, 2 മാസം. നമ്മൾ നേരത്തെ പഠിച്ചു ദേശീയ അടിയന്തരാവസ്ഥ ആണെങ്കിൽ അത് 1 month ആണ്, സ്റ്റേറ്റ് എമർജൻസി ആണെങ്കിൽ അത് 2 months, 2 മാസത്തിനുള്ളിൽ അംഗീകരിക്കണം. അവിടുത്തെ ഭൂരിപക്ഷം കേവല ഭൂരിപക്ഷം. നമ്മൾ നേരത്തെ അവിടെ പറഞ്ഞു അവിടെ പ്രത്യേക ഭൂരിപക്ഷം, സ്പെഷ്യൽ മെജോറിറ്റി ആണെങ്കിൽ ഇവിടെ വരുന്നത് കേവല ഭൂരിപക്ഷമാണ്, സിമ്പിൾ മെജോറിറ്റിയാണ്. കേവല ഭൂരിപക്ഷം എന്താണെന്ന് അറിയുമ്പോൾ 100 പേരാണെങ്കിൽ 51 അവിടുത്തെ കേവല ഭൂരിപക്ഷം വരുന്നത്, അല്ലേ? പകുതിയുടെ 1 കൂട്ടുക, അതാണ് കേവല ഭൂരിപക്ഷം. അപ്പോൾ അവിടെ ആവശ്യമുള്ള ഭൂരിപക്ഷം ചോദിച്ചാൽ കേവല ഭൂരിപക്ഷമാണ്. അങ്ങനെ കേവല ഭൂരിപക്ഷത്തോടെ പാർലമെന്റ് പാസ്സാക്കിയ ഒരു അടിയന്തരാവസ്ഥ, പാർലമെന്റ് അംഗീകരിച്ച ഒരു അടിയന്തരാവസ്ഥ 6 മാസം വരെ നിലനിൽക്കും. എത്ര മാസം വരെ നിലനിൽക്കും ചോദിച്ചാൽ 6 മാസം വരെ നിലനിൽക്കും. അത് വീണ്ടും 6 മാസം കഴിയുമ്പോൾ പാർലമെന്റ് വീണ്ടും എന്ത് ചെയ്യാം, അത് പുതുക്കാം. അങ്ങനെ എത്ര വർഷം വരെ മാക്സിമം പോകാൻ ചോദിച്ചാൽ 3 വർഷം വരെ മാക്സിമം പോകാൻ. നമ്മൾ നേരത്തെ പറഞ്ഞു ദേശീയ അടിയന്തരാവസ്ഥയും 6 മാസമാണെങ്കിൽ പോലും അവിടെ ഒരു മാക്സിമം പീരീഡിൽ എത്ര കാലം വേണമെങ്കിലും ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാം. പക്ഷേ ഇത് സംസ്ഥാന അടിയന്തരാവസ്ഥ 3 വർഷം വരെ എന്ത് ചെയ്യാം, നീട്ടിക്കൊണ്ടു പോവാം. ഇന്ത്യയിൽ ആദ്യമായി ഒരു സംസ്ഥാന അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച സ്റ്റേറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം, 1951 പഞ്ചാബിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു സംസ്ഥാന അടിയന്തരാവസ്ഥ രാഷ്ട്രപതി പ്രഖ്യാപിച്ചു. എന്നാൽ ആർട്ടിക്കിൾ 356 പ്രകാരം ഒരു അടിയന്തരാവസ്ഥ എന്നോ ആർട്ടിക്കിൾ 356 പ്രകാരം ഒരു മന്ത്രിസഭയെ പിരിച്ചുവിട്ടത് ചോദിച്ചാലോ അത് നമ്മുടെ സ്വന്തം കേരളത്തിലാണ്. മാറിപ്പോയത്. ആദ്യത്തെ സംസ്ഥാന അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് പഞ്ചാബിലാണെങ്കിലും ആർട്ടിക്കിൾ 356 പ്രകാരം പിരിച്ചുവിട്ട ചോദിച്ചാൽ നമ്മുടെ കേരളം. കാരണം 1951 സംസ്ഥാനം രൂപീകരിച്ചതിൽ 1956 സംസ്ഥാനം രൂപീകരിക്കുന്നത്. അപ്പോൾ 1951 പഞ്ചാബിൽ ആദ്യമായി സംസ്ഥാന അടിയന്തരാവസ്ഥ വന്നെങ്കിലും 356 പ്രകാരം ഒരു സംസ്ഥാനത്തെ പിരിച്ചുവിട്ടത് കേരളമാണ്. ഏറ്റവും കൂടുതൽ തവണ സംസ്ഥാന അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച സംസ്ഥാനം ചോദിച്ചാൽ കേരളം. അതായത് അവിടെ ഒരു കൺഫ്യൂഷൻ ഉള്ളത്, മണിപ്പൂരും കേരളവും രണ്ടും ആൻസർ PSC തന്നിട്ടുണ്ട്. ഏറ്റവും അവസാനത്തെ PSCയുടെ ആൻസർ പ്രകാരം കേരളമെന്നും, എന്നാൽ മണിപ്പൂരും അവിടെ ആൻസർ PSC നൽകാറുണ്ട്. അപ്പോൾ അവിടെ കൺഫ്യൂഷൻ അടിക്കാതെ ഒരിക്കലും 2 ഓപ്ഷനും വരുമെന്ന് തോന്നില്ല. കേരളവും മണിപ്പൂരും വരാറില്ല. നമ്മുടെ വിവരാവകാശമൊക്കെ കൊടുത്ത സമയത്ത് 6 തവണ കേരളമെന്നും 6 തവണ മണിപ്പൂരും എന്നൊക്കെ അവിടെ നൽകി
നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ആൻസർ കേരളം എന്ന് നമുക്ക് പഠിക്കാം, മണിപ്പൂർ എന്ന് കൂടെ ആലോചിച്ച് വെച്ചിരിക്കുക. എന്നാൽ ഏറ്റവും കൂടുതൽ കാലം ചോദിച്ചാൽ അത് പഞ്ചാബാണ്. ഏറ്റവും കൂടുതൽ കാലം സംസ്ഥാന അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച സംസ്ഥാനം ചോദിച്ചാൽ അത് പഞ്ചാബാണ്. ഇത്രയാണ് സംസ്ഥാന അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെടുക. രാഷ്ട്രപതി ഭരണമെന്നും കോൺസ്റ്റിറ്റ്യൂഷൻ എമർജൻസി എന്നറിയപ്പെടുന്നു. ആർട്ടിക്കിൾ മറക്കരുത്, ആർട്ടിക്കിൾ 386 ആദ്യം പഞ്ചാബ്. എന്നാൽ 356 പ്രകാരം ഒരു മന്ത്രിസഭ നമ്മുടെ EMS മന്ത്രിസഭയ്ക്ക് പിരിച്ചുവിട്ടത് ആദ്യ സംസ്ഥാനം കേരളം. ഏറ്റവും കൂടുതൽ തവണ കേരളം ഓർ മണിപ്പൂർ, ഏറ്റവും കൂടുതൽ കാലം ചോദിച്ചാൽ അത് പഞ്ചാബാണ്. ഇനി നമ്മുടെ മൂന്നാമത്തെ അടിയന്തരാവസ്ഥയാണ് സാമ്പത്തിക അടിയന്തരാവസ്ഥ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ എമർജൻസി എന്നറിയപ്പെടുന്നു. ആർട്ടിക്കിൾ മറക്കരുത്, ആർട്ടിക്കിൾ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തു. 360 ആർട്ടിക്കിൾ പ്രകാരം സംസ്ഥാന അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നു. സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നു. സംസ്ഥാന അടിയന്തരാവസ്ഥ പറഞ്ഞ എന്താണോ അതേ കാരണങ്ങൾ തന്നെയാണ് സാമ്പത്തിക അടിയന്തരാവസ്ഥയിൽ വരുന്നു. 2 മാസത്തിനുള്ളിൽ പാർലമെൻറ്റ് ഇരുസഭകളും അംഗീകരിക്കണം. 6 മാസം വരെ ഒരു കാലാവധിയുണ്ട്. 3 വർഷം വരെ മാക്സിമം പോവാം. ഇന്ത്യയിൽ ഇതുവരെ നടപ്പിലാക്കാത്ത അടിയന്തരാവസ്ഥയാണ് സാമ്പത്തിക അടിയന്തരാവസ്ഥ. അതായത് സാമ്പത്തിക ക്രൈറ്റീരിയ, സാമ്പത്തികമായിട്ട് രാജ്യത്തൊരു ക്രൈറ്റീരിയയോ അല്ലെങ്കിൽ സമ്പത്തിൻ്റെ രീതിയിൽ എന്തെങ്കിലും ഒരു കുറച്ചിലൊക്കെ വരുമ്പോഴാണ് സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നു. സംസ്ഥാന അടിയന്തരാവസ്ഥയാണെങ്കിൽ ഭരണഘടന പ്രതിപാദിക്കുന്ന കാര്യങ്ങൾ ഒരു സംസ്ഥാനത്തിന് ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ ഗവർണർ രാഷ്ട്രപതിക്ക് റിപ്പോർട്ട് സമർപ്പിക്കാം. ആ ഗവർണറുടെ റിപ്പോർട്ട് പ്രകാരം രാഷ്ട്രപതിക്ക് ഒരു സംസ്ഥാന അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാം. അവിടെയും ചിലപ്പോൾ PSC ഇങ്ങനെ ചോദിക്കാം, ഒരു സംസ്ഥാന അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള അധികാരം ആർക്ക്? ഓപ്ഷൻ എ രാഷ്ട്രപതി, ഓപ്ഷൻ ബി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, ഓപ്ഷൻ സി മുഖ്യമന്ത്രി, ഓപ്ഷൻ ഡി ഗവർണർ. നമ്മൾ കാണുമ്പോൾ സംസ്ഥാനമല്ലേ, ഗവർണർ ആയിരിക്കും വിചാരിക്കും. 3 അടിയന്തരാവസ്ഥയും പ്രഖ്യാപിക്കാനുള്ള അധികാരം രാഷ്ട്രപതിക്കാണ്. അപ്പോൾ 352 ദേശീയ അടിയന്തരാവസ്ഥ, 356 സംസ്ഥാന അടിയന്തരാവസ്ഥ, 360 സാമ്പത്തിക അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ടതാണ്. ഇനി അടിയന്തരാവസ്ഥ പഠിക്കുമ്പോൾ നമ്മൾ പ്രതിപാദിക്കേണ്ട 2 ആർട്ടിക്കിളും കൂടെയുണ്ട്, 358ഉം 359ഉം. മനസ്സിലാക്കുക, അടിയന്തരാവസ്ഥ സമയത്തിൽ മൗലിക അവകാശങ്ങൾ റദ്ദ് ചെയ്യപ്പെടുന്നു. സ്വാഭാവികമായിട്ടും മൗലിക അവകാശങ്ങൾ എന്ത് ചെയ്യും? റദ്ദ് ചെയ്യും. രാഷ്ട്രപതി എന്ത് ചെയ്യും? ക്യാൻസൽ ചെയ്യും. ഇതുമായി ബന്ധപ്പെട്ട 2 ആർട്ടിക്കിളാണ്, ഒന്ന് 358ഉം മറ്റൊന്ന് 359ഉം. 358 എന്താണെന്ന് ചോദിച്ചാൽ അടിയന്തരാവസ്ഥ സമയത്ത് ആർട്ടിക്കിൾ 19 പ്രകാരമുള്ള 6 സ്വാതന്ത്ര്യങ്ങൾ ഓട്ടോമാറ്റിക്കലി റദ്ദാകുന്നു എന്ന് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ചോദിച്ചാൽ ആർട്ടിക്കിൾ 358ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു, മൗലികാവകാശങ്ങൾ രാഷ്ട്രപതി എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. രാഷ്ട്രപതിക്ക് എന്ത് ചെയ്യാം? റദ്ദ് ചെയ്യാം. പക്ഷേ ഇങ്ങനൊരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ, വാറോ എക്സ്റ്റേണൽ അഗ്രഷനോ കാരണം ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ ആർട്ടിക്കിൾ 19 പറയുന്ന 19A, 19B, 19C, 19D, 19E, 19G എന്ന് പറയുന്ന 6 ആർട്ടിക്കിൾ ഓട്ടോമാറ്റിക്കലി റദ്ദാകും. രാഷ്ട്രപതി റദ്ദ് ചെയ്യുന്നതിന് മുൻപേ തന്നെ അത് എന്ത് ചെയ്യുന്നു? ഓട്ടോമാറ്റിക്കലി ക്യാൻസൽ ആകുന്നു എന്ന് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 358ഉം. 359 ചോദിച്ചാൽ അടിയന്തരാവസ്ഥ സമയത്ത് പാർട്ട് 3 ഫണ്ടമെന്റൽ റൈറ്റുകൾ റദ്ദ് ചെയ്യപ്പെടുന്നു. 2 ആർട്ടിക്കിൾ ഒഴികെ ആർട്ടിക്കിൾ 20ഉം ആർട്ടിക്കിൾ 21 നമ്മൾ നേരത്തെ പഠിച്ച കാര്യമാണ്. എമർജൻസി ടൈമിൽ റദ്ദ് ചെയ്യാൻ കഴിയാത്ത 2 മൗലികാവകാശങ്ങളാണ് ആർട്ടിക്കിൾ 20ഉം ആർട്ടിക്കിൾ 21ഉം. അതൊഴികെയുള്ള ബാക്കി എല്ലാ ഫണ്ടമെന്റൽ റൈറ്റുകളും റദ്ദ് ചെയ്യപ്പെടുന്നു എന്ന് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 359ആണ്. വളരെ വ്യക്തമായി പഠിക്കുന്ന 2 ആർട്ടിക്കിൾ 358ഉം നമ്മൾ ഇതിനായിട്ട് കേട്ടുള്ള 352, 356, 360. ഇനി പഠിക്കാം 358, 359. 358 ആർട്ടിക്കിൾ 19 ഓട്ടോമാറ്റിക്കലി റദ്ദാകുന്നു. 359 ഫണ്ടമെന്റൽ റൈറ്റുകൾ റദ്ദ് ചെയ്യുന്നു എന്നറിയപ്പെടുന്ന ആർട്ടിക്കിൾ 359. ഇടയ്ക്ക് PSC ചോദിച്ച ചോദ്യം ഇങ്ങനെയാണ്, അടിയന്തരാവസ്ഥ സമയത്ത് മൗലിക അവകാശങ്ങൾ റദ്ദ് ചെയ്യപ്പെടുന്നു എന്ന് പ്രതിപാദിക്കുന്ന അല്ലെങ്കിൽ എന്ന് സൂചിപ്പിക്കുന്ന ആർട്ടിക്കിൾ ഏതെന്ന് ചോദിച്ചാൽ, ഇൻ വിച്ച് ആർട്ടിക്കിൾ ഡീൽസ് എന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 359 ആയിരുന്നു. അവിടെ ചിലപ്പോൾ 358 ഉണ്ടെങ്കിലും ആൻസർ 358 എടുക്കാം. കൂടുതൽ ഡീറ്റെയിൽ പഠിച്ചാൽ ആർട്ടിക്കിൾ 19 റദ്ദ് ചെയ്യണം, 358ഉം മൗലിക അവകാശങ്ങൾ റദ്ദ് ചെയ്യണം, ആർട്ടിക്കിൾ 359മായി ബന്ധപ്പെട്ടെന്ന് പറയുന്നു. ഇത്രയുമാണ് അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട് PSC മാറി മാറി ചോദിക്കുന്ന ചോദ്യങ്ങൾ. വളരെ വ്യക്തമായി പഠിക്കേണ്ട കുറേ ചോദ്യങ്ങൾ അടിയന്തരാവസ്ഥയ്ക്കകത്ത് തന്നെയുണ്ട്. ലക്ഷ്യം സർക്കാർ ഉദ്യോഗമെങ്കിൽ മാർഗം ലാൽസ് അക്കാഡമി. ഡൗൺലോഡ് ലാൽസ് PSC ലേണിംഗ് ആപ്പ്.